ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ്. ഈ കേസിലെ പരാതിക്കാരിൽ ഒരാളാണ് ഷോൺ. ബോധ്യപ്പെടുത്തുന്ന കൂടിയാണ് ഇവര്. തീർച്ചയായിട്ടും ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണവുമായി മുമ്പോട്ട് പോകാൻ യാതൊരു തടസ്സമില്ല. സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരു സമയം ചോദിച്ചിട്ട് പോലും കോടതി അനുവദിച്ചില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നടപടി, തെളിവുകൾ പ്രത്യേകിച്ച് ശേഖരിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം വീണ SFIO എൻക്വയറിയിൽ തന്നെ വീണ പ്രതിയായിട്ടുള്ള, അതായത് സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം SFIO എൻക്വയറി തന്നെ വ്യക്തമാണ്. അതിനുള്ള ഡോക്യുമെന്റ്സ് തന്നെ അവിടെ വ്യക്തമാണ്. അതുകൊണ്ട് പിന്നെ കൂടുതലായ വലിയ അന്വേഷണങ്ങളിലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ ചോദ്യം ചെയ്യാം, അറസ്റ്റിലേക്ക് പോകാം. ഇത്തരം കാര്യങ്ങളൊക്കെ ED ആണ് തീരുമാനം എടുക്കേണ്ടത്. എങ്ങനെയാണെങ്കിലും ഈ കോടതി വിധിയിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു. നീതി നടപ്പിലായി എന്ന് വിശ്വസിക്കുന്നു. അല്ലല്ല, ഇത് രണ്ട് കേസാണ്. ശരിക്കും കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെ കമ്പനി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈം വീണ ചെയ്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു എൻ്റെ കേസ്. കുഴൽനാടൻ കൊടുത്തത് മറ്റൊരു കേസാണ്. അത് വിജിലൻസ് എൻക്വയറി ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ലാൻഡ് ഡീലുമായി ബന്ധപ്പെട്ടും ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഡയറക്റ്റായിട്ട് നോക്കി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സർക്കാർ നേരിട്ട് ഒപ്പിട്ടൊരു കാര്യമല്ലല്ലോ. അപ്പോൾ വിജിലൻസിൻ്റെ എൻക്വയറിക്ക് പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ കമ്പനി കാര്യം, ഇതിൻ്റെ സ്റ്റോറി എങ്ങനെയാണ് പോകുന്നത്? ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ഇൻകം ടാക്സ് എൻഫോഴ്സ്മെന്റ് നടത്തിയ റെയ്ഡിൽ ഒരു തിരിമറി കണ്ടെത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈൻ അടിക്കുന്നു. അതിൽ ഇൻകം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ വന്നപ്പോൾ ആ കുറ്റം അവർ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ആ ഇൻകം സെറ്റിൽമെന്റ് ബോർഡിൽ അത് ഫയൽ ചെയ്യും, അത് തീർക്കുന്നു. ആ തീർപ്പാക്കുന്ന രേഖ കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഇതിനകത്ത് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പുറത്തു വരുന്നു. ആ സാഹചര്യത്തിൽ അവിടെ ഒരു കമ്പനിക്കാർ, അവിടെ സ്വാഭാവികമായിട്ട് ഇൻകം ടാക്സിൽ അത്തരത്തിൽ സെറ്റിൽമെന്റ് ബോർഡ് ഒരു കാര്യം വിഷയം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷേ ആ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സിവിൽ ഇമ്മ്യൂണിറ്റി മാത്രമാണ്. പക്ഷെ അവിടെ നടന്നിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റത്തിന് ഇമ്മ്യൂണിറ്റി ഇല്ല. അവിടെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള, സംസ്ഥാന സർക്കാരിന് ഓഹരി വിഹിതമുള്ള ഒരു സ്ഥാപനത്തിന് 2.86 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ തിരിമറി നടത്തി. അതാണ് ഇവിടുത്തെ കേസ്. അതിപ്പോഴും ഇത് എന്താണ് പിണറായി വിജയൻ ചെയ്ത് തെറ്റെന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈ പണം പിണറായി വിജയന് വേണ്ടിയല്ലാതെ പിന്നെ ആർക്ക് വീണ വിജയന് ചുമ്മാ കൊണ്ട് പൈസ കൊടുക്കേണ്ട കാര്യം എന്താണ് കമ്പനിക്കുള്ളത്? അതാണ് ഇവിടുത്തെ കേസ്. അപ്പം അതിൽ 2.86 കോടി രൂപ കൈപ്പറ്റിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകളാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയമപ്രകാരം, അല്ലെങ്കിൽ അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള നിയമപ്രകാരം പോലും സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ അവരുടെ മന്ത്രിമാരുടെ മക്കളോ മന്ത്രിമാരോ അവരുടെ ബന്ധുക്കളോ പണമിടപാടോ വ്യാപാരമോ നടത്താൻ പാടില്ലെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ലിഖിതമായ നിയമമുണ്ട്. ലിഖിതമായ നിയമം. ഇത് മാത്രമല്ല, ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ദിവസം മിനിങ്ങെന്ന മനോരമയിൽ നമ്മളൊരു സർക്കിൾ കണ്ടാണ്, മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ പ്രധാനമന്ത്രിയോ അവരുടെ ബന്ധുക്കളോ സർക്കാരിന് ഓഹരിബന്ധ പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളിൽ ബിസിനസ് നടത്താൻ പാടില്ല. അതും വീണ തെറ്റിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം, GST. ഇപ്പം GST അടച്ചെന്നല്ലോ, മോട്ടിച്ച പണത്തിൽ GST അടിച്ചതുകൊണ്ട് കുഴപ്പമില്ലെന്ന് സഹാക്കന്മാർ പറഞ്ഞു. അവിടെ ഒരു തെറ്റുണ്ട്, അറിയോ? ഈ GST അടയ്ക്കുന്നതിന് അടച്ച GSTക്ക് വിഹിതം ഇങ്ങോട്ട് സംസ്ഥാന സർക്കാർ വാങ്ങുന്നുണ്ട് അല്ലേ? ഈ അടച്ച GSTയുടെ റേസ് ചെയ്തിട്ടുള്ള ഇൻവോയ്സ് ഫേക്ക് അല്ലേ? സേവനം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻവോയ്സ് വീണയുടെ കമ്പനി ഇൻവോയ്സ് റേസ് ചെയ്തേക്കുന്നത്. അത് CMRL സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. സേവനം നൽകാതെയാണ് വീണ ആ ഇൻവോയ്സ് റേസ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം അന്വേഷണത്തിൽ വ്യക്തമായി. അപ്പോൾ GST ആക്ട് പ്രകാരം സംസ്ഥാന സർക്കാർക്ക് ഇപ്പോൾ നിയമപ്രകാരം വീണ അറസ്റ്റ് ചെയ്യും. കാരണം നോൺ ബെയിലബിൾ ഒഫൻസാണ്. ഒരു ഫേക്ക് ഇൻവോയ്സ്, സേവനം നൽകാതെ ഒരു ഫേക്ക് ഇൻവോയ്സ് വീണയുടെ കമ്പനിയുമായി CMRL ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആ ഫേക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വീണയാണ്. അപ്പം യഥാർത്ഥത്തിൽ GST തട്ടിപ്പ് കൂടെ നടത്തിയിട്ടുണ്ട്. SFIO എൻക്വയറിയിൽ സേവനം നൽകിയിട്ടില്ല എന്നുള്ള വ്യക്തമായ മൊഴിയും റിപ്പോർട്ടും കുറ്റപത്രമുണ്ട്. സംസ്ഥാന സർക്കാരിനും വേണമെങ്കിൽ വീണയ്ക്കെതിരെ കേസെടുക്കാം.